നമസ്തേ, ഞാൻ ഇല്ലം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ചേർത്തലയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഫുഡ് ഡ്രോപ്പ് എന്നുള്ള ന്യൂറോ മസ്കുലോ കണ്ടീഷനെ കുറിച്ചാണ്. ഇതിൻ പ്രകാരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഴ്സണിന് ഫുഡ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കാലിൻ്റെ മുൻഭാഗം ഫുട്ടിൻ്റെ മുൻഭാഗം ലിഫ്റ്റ് ചെയ്യാൻ പറ്റാതെയും അത് കാരണം അവർ കാല് ഡ്രാഗ് ചെയ്ത് നടക്കുന്നത് നമ്മൾ പൊതുവേ കാണാറുണ്ട്. സ്ട്രോക്ക് പേഷ്യൻസിനാണ് കണ്ടുവരാറ്. ഇതെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ എക്കാരണം കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡോർസി ഫ്ലെക്സാർ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുൻഭാഗത്തുള്ള മസിൽസിന് ആ പേശികളിൽ പാരലൈസ്ഡോ അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടായാൽ സംഭവിക്കാം. അല്ലാത്ത പക്ഷം കോമൺ പെരോണിയൽ നെർവ് എന്നൊരു കാലിലൂടെ പോകുന്നൊരു നെർവിന് ഇഞ്ചുറിയോ ഡിസ്ഫങ്ഷനോ സംഭവിച്ചാൽ ഈ ഫുഡ് ഡ്രോപ്പ് ഉണ്ടാവുന്നതാണ്. കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്: nerve compression, stroke or brain injury, lumbar disc herniation, diabetic neuropathy, multiple sclerosis, trauma or surgery related nerve injuries. Symptoms: ഡ്രാഗ് ചെയ്ത് കാല് നടക്കുമ്പോൾ. പിന്നുള്ളത് ഹൈ സ്റ്റെപ്പിംഗ് ഗേറ്റ്, കാലെടുത്തെടുത്ത് വെക്കുക. പിന്നെ വീക്ക്നെസ് ഇൻ ആങ്കിൾ ആൻഡ് ടോസ്, വിരലുകളിലും അതേപോലെ കാലിൻ്റെ ആങ്കിളിനും വീക്ക്നെസ് ഉണ്ടാവുക. പിന്നെ നംനെസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കാലുകളിൽ മരവിപ്പ് സംഭവിക്കുക. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, CT സ്കാൻ അല്ലെങ്കിൽ MRI, ഇതും അല്ലെങ്കിൽ ENG അല്ലെങ്കിൽ നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് വഴിയാണ്. ട്രീറ്റ്മെൻറ്റ്: ഫിസിയോതെറാപ്പിയിൽ ഇത് മസിൽ സ്ട്രെങ്തനിങ്ങും പിന്നെ ഗെയ്റ്റ് ട്രെയിനിങ്ങുമാണ് കൊടുത്തു വരാറ്. അതുകൂടാതെ ആങ്കിൾ ഫുട്ട് ഓർത്തോസിസ് എന്ന ബ്രേസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള, അതുകൂടാതെ ഉള്ളത് നെർവ് സ്റ്റിമുലേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി വഴി ഇത് ഡീകംപ്രഷൻ ഓർ ടെൻഡോൺ ട്രാൻസ്ഫർ ആണ് ചെയ്തു വരാറ്. ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിന് കൊടുത്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. എന്തൊക്കെയാണ് ആ കോംപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഗെയ്റ്റ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നടക്കുന്നതിൽ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് നടക്കുന്ന ആ വിധം മാറുക. പിന്നെ മസിൽ അൾട്രോഫി എന്ന് പറഞ്ഞാൽ മസിലിൽ ആ ഭാഗത്തുള്ള പേശികളിൽ വേസ്റ്റേജ് സംഭവിക്കുക. പിന്നെ ഉള്ളത് പെർമനൻറ്റ് നെർവ് ഡാമേജ്, ആ നെർവേ ഡാമേജ് ആയിട്ട് മൊത്തത്തിൽ പോകും. പിന്നെ ഇതിന് പ്രിവെൻഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അവോയ്ഡ് പ്രൊലോങ്ഡ് സ്ക്വാട്ട് ചെയ്യുന്നത്, തുടർച്ചയായി സ്ക്വാട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്രോസ് സിറ്റിംഗ്, ലെഗ് ക്രോസ് ചെയ്തിരിക്കുക. അല്ലാതെ പിന്നെ ഉള്ളത് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യുക. ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക. യൂസ് പ്രൊട്ടക്റ്റീവ് പൊസിഷനിങ് ഡ്യൂറിങ് സർജറീസ് ഓർ പ്രൊലോങ്ഡ് ഇമ്മൊബിലിറ്റി. നന്ദി.